ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എ സിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എ സി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ലോണം കറണ്ട് ബില്ലാവാറുണ്ട്. അപ്പോൾ എ സി വാങ്ങിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതറിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് കൂടത്തില്ല. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം 100 സ്ക്വയർ ഫീറ്റ് മുതൽ 130 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമൊക്കെ ഉള്ള റൂമാണെങ്കിൽ നമുക്ക് 1 ടൺ കപ്പാസിറ്റിയുള്ള എ സി മതിയാകും. അതേസമയം നമ്മൾ 130 മുതൽ 180 വരെ ആണെങ്കിൽ 1.5 ടൺ എ സി വരെ വേണ്ടി വരും. വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഒരു 2 ടൺ എ സി ഒക്കെ കപ്പാസിറ്റിയുള്ള എ സി വേണ്ടി വരും. ഇപ്പോൾ ഹോൾ എ സിക്കൊക്കെ ഒരു 5 വർഷം എ സിക്ക് വാറൻറ്റിയും കംപ്രസറിന് 10 വർഷത്തെ വാറൻറ്റിയൊക്കെയാണ് സാധാരണ നല്ല കമ്പനിക്കാരാണെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എ സി വാങ്ങിക്കുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് കോഡ് നമ്മൾ നോക്കിയിരിക്കണം. അതായത് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കുറയുന്നതും കൂടുന്നതും. ഇപ്പോൾ നമ്മൾ 5 സ്റ്റാറൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ടൺ കപ്പാസിറ്റി എ സി ഒക്കെ 10 മണിക്കൂറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3.4 യൂണിറ്റ് കറണ്ട് വരെ ഉപയോഗിച്ചാൽ മതി. എന്നാൽ സെയിം തന്നെ 3 സ്റ്റാർ എ സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1.25 യൂണിറ്റ് കറണ്ട് കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾ 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ എപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ എ സി വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ISEER എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് കോഡ് നമുക്ക് കിട്ടും. ഒരു സ്റ്റിക്കർ കിട്ടും. അപ്പോൾ ഈ സ്റ്റിക്കർ നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേറ്റിംഗ് എന്നാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കറിൻ്റെ താഴെ കാണുന്ന ആ ഒരു റേറ്റിംഗ് കോഡ് നമ്മൾ ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ. അടുത്തതായിട്ട് നമ്മുടെ എ സി വാങ്ങിക്കുമ്പോഴത്തേക്കും 100% നമ്മൾ കോപ്പറായിട്ടുള്ള ട്യൂബാണെങ്കിൽ നല്ലതാണ്. അലുമിനിയം ആണെങ്കിൽ നമുക്ക് ലീക്ക് വന്നാലും മാറ്റാൻ പറ്റത്തില്ല. കോയിൽ മൊത്തം നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ കോപ്പറിൻ്റെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ലീക്കായാലും നമുക്കത് മാറ്റി അടച്ചെടുക്കാനും പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങൾ ഡാമേജൊക്കെ വന്നാലും ഈ കോപ്പർ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അലുമിനിയം ആണെങ്കിൽ അത് പറ്റത്തില്ല. അതായിട്ട് നമ്മളിപ്പം സ്മാർട്ട് ഫോണ്, സ്മാർട്ട് TV ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ നമ്മുടെ ഇപ്പോൾ കാലഘട്ടത്തിലുള്ളത്. ഇതുപോലെ തന്നെ വൈഫൈ കൺട്രോൾഡ് എ സി ഉണ്ട്. അത് വാങ്ങിക്കുന്നതാണ് നല്ലത്. കുറച്ച് വില കൂടുതലാണ്. എന്നിരുന്നാലും നമുക്കിപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ വീട്ടിൽ കാണും. അവർക്കൊന്നും എ സി സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ദൂരദേശത്തൊക്കെയാണ് മക്കളിരിക്കുന്നതെങ്കിൽ അവർക്ക് മൊബൈൽ വഴി അത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരുമ്പോൾ റൂമൊന്ന് കൂളാക്കണമെങ്കിൽ നമുക്ക് പുറത്തിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കൂളിങ്ങൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ സ്മാർട്ട് എ സി തന്നെയാണ് നല്ലത്. വില കൂടിയാലും നമ്മൾ വൈഫൈ കൺട്രോൾഡ് എ സിയാണ് നല്ലത്. അതേപോലെ തന്നെ നമ്മൾ എ സി വാങ്ങിക്കുമ്പോൾ മസ്റ്റായിട്ടും വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റെബിലൈസർ. അപ്പോൾ നമ്മൾ TVക്ക് വാങ്ങിക്കും പോലെ തന്നെയാണ് എ സിക്കും സ്റ്റെബിലൈസർ ആവശ്യമാണ്. നമ്മളൊരു 35,000 രൂപയുടെ എ സി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 1000 രൂപയും കൂടെ ഒന്ന് ചിലവാക്കിയാൽ മതി. നമ്മൾ എ സിക്ക് സ്റ്റെബിലൈസർ വേണം. അതെന്തുകൊണ്ടും സേഫാണ് നമുക്ക്. അപ്പോൾ എ സിയെപ്പറ്റി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുകയും ഇല്ല. എ സി വാങ്ങുമ്പോൾ അബദ്ധങ്ങൾ പറ്റാതെ വാങ്ങിക്കുന്നതിനും പറ്റും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.